സ്നേഹത്തോളം മനുഷ്യനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു ആയുധവുമില്ല. അത്രത്തോളം മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന മറ്റൊരു ആശയവുമില്ല. ഒരു കുഞ്ഞു മുതൽ മരണാസന്നൻ വരെ താൻ സ്നേഹിക്കപ്പെടണം എന്ന് കൊതിക്കുന്നവരാണ്. സ്നേഹത്തിൻ്റെ പ്രതിഫലം ചിലപ്പോൾ കണ്ണീരായിരിക്കാം. പക്ഷേ ആ കണ്ണീരിനും ഒരു സുഖമുണ്ട്. നനയുമ്പോഴും കവിളിനത് ചൂട് പകരുന്നു. ആ ചൂടിൽ നാം അറിയുന്ന സുഖത്തിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് ആശ്വാസങ്ങളുണ്ട്. പക്ഷേ മനഃപൂർവ്വം കരയിക്കുന്ന കണ്ണീരിന് ആ ചൂട് കൂടുതലാണ്, ആ ചൂടിന് വേദന കൂടുതലാണ്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ്. ഒരു പച്ചയായ മനുഷ്യൻ്റെ ജീവിത അനുഭവം. 25 വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ ഭാര്യയെ വിവാഹം കഴിച്ചത്. അയാളുടെ ആദ്യ വിവാഹമായിരുന്നുവെങ്കിലും അവരുടേത് രണ്ടാം വിവാഹമായിരുന്നു. മുൻ വിവാഹത്തിലെ 2 ആൺകുട്ടികൾക്കൊപ്പമാണ് അവർ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അനാഥരായി പോകുമായിരുന്ന ഒരു കുടുംബത്തിന് ഭേദപ്പെട്ട ജീവിതവും സുരക്ഷയും നൽകുക എന്ന ഒറ്റ ചിന്ത മാത്രമായിരുന്നു അയാളെ ഈ വിവാഹത്തിന് പ്രേരിപ്പിച്ച ഘടകം. സത്യത്തിൽ അയാൾ ആ കുട്ടികളെ ശരിക്കും അയാളുടെ സ്വന്തം മക്കളെപ്പോലെ ജീവന് തുല്യം സ്നേഹിക്കുകയും അയാൾക്ക് സ്വന്തമായി ഒരു കുട്ടിയുണ്ടാകാൻ ആരോഗ്യപരമായി യോഗ്യനല്ലാത്തതിനാൽ അവരെ അയാൾ സ്വന്തം മക്കളായി ദത്തെടുക്കുകയും ചെയ്തു. അവർ അയാളുടെ ജൈവപരമായ മക്കളല്ലെന്ന് ആരും പറയാത്ത വിധത്തിൽ അവർ ഒരു കുടുംബമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് താമസിച്ചു. അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ വാടക വീടുകളിൽ അവർ സമാധാനമായി സന്തോഷത്തോടെ താമസിച്ചു. അയാൾക്കന്ന് നല്ല ജോലി ഉണ്ടായിരുന്നതിനാൽ ദത്തെടുത്ത കുട്ടികളെ അയാളുടെ സ്വന്തം മക്കളെപ്പോലെ കരുതി ഏറ്റവും മികച്ച സ്കൂളുകളിലേക്ക് അയച്ച് നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തി. ഈ കാലഘട്ടത്തിലൊന്നും അവർക്ക് ജന്മം നൽകിയ അവരുടെ ജൈവശാസ്ത്രപരമായ പിതാവ് ഒരിക്കൽ പോലും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനോ അവരുടെ മേൽ അവകാശവാദം ഉന്നയിക്കാനോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകാനോ വന്നിട്ടില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനും അവരെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്നതിനുമുള്ള മുഴുവൻ ഉത്തരവാദിത്വവും അവരുടെ പിതാവെന്ന നിലയിൽ അയാൾ സ്വയം ഏറ്റെടുത്തു. പഠനത്തിൽ അതിസമർത്ഥന്മാരായിരുന്നു അവർ രണ്ടുപേരും. അവരിൽ മൂത്തയാൾ US-ലെ ഒരു സർവകലാശാലയിൽ മുഴുവൻ സ്കോളർഷിപ്പും നേടി പഠനം പൂർത്തിയാക്കിയ ശേഷം തിരിച്ചെത്തി ഡോക്ടറായി ജോലിയിൽ പ്രവേശിച്ചു. ഒരു പൈലറ്റാണ് രണ്ടാമൻ. ദക്ഷിണാഫ്രിക്കയിലെ ചിലവേറിയ പൈലറ്റിംഗ് സ്കൂളിലെ കോഴ്സിനായി അയാളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് പഠിപ്പിച്ചു. അവനും തിരിച്ചെത്തി ജോലിയിൽ പ്രവേശിച്ചു. ജീവിതത്തിൽ ആ മക്കൾ വിജയിച്ചു. 2 പേർക്കും വലിയ വീടുകൾ വാങ്ങി. അവർ 2 പേരും മികച്ച ജീവിതം നയിക്കുന്നുവെന്നതായിരുന്നു അയാളുടെ സന്തോഷം. പക്ഷേ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. ജീവിതത്തിൽ ഒരു കരപറ്റി കഴിഞ്ഞതോടെ അയാൾ സ്വന്തം മക്കളെപ്പോലെ കരുതി വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അയാളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് നല്ല നിലയിലാക്കിയ ആ 2 കുട്ടികളും ജീവനെപ്പോലെ സ്നേഹിച്ച അയാൾ വിവാഹം കഴിച്ച ആ സ്ത്രീയും അയാളെ പൂർണ്ണമായി ഉപേക്ഷിച്ചു പോയി. ഇന്നലെ വരെ അവരെ തിരിഞ്ഞു നോക്കാതിരുന്ന ജന്മം നൽകിയ അവരുടെ പിതാവും ഭർത്താവുമായ മനുഷ്യനോടൊപ്പം സുഖമായി ജീവിക്കുന്നു. ഇപ്പോൾ അയാളുടെ ഫോൺ കോൾ പോലും ഇവരാരും എടുക്കില്ല. ഇന്ന് അയാളെ അവർ പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുന്നു. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അയാൾ റിട്ടയർ ചെയ്തപ്പോൾ ലഭിച്ച ചെറിയ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവിത സമ്പാദ്യങ്ങളും സ്വന്തം മക്കളായി കരുതിയ 2 പേർക്ക് വേണ്ടി ചെലവഴിച്ച അയാൾക്കിന്ന് സ്വന്തമായി ഒരു വീട് പോലുമില്ല. വാടക വീടുകളിൽ കഴിയുന്ന അയാൾക്ക് വാടക നൽകാൻ പോലും കഴിയുന്നില്ല. അന്തി ഉറങ്ങാനായി ബന്ധുവീടുകളിൽ നിന്ന് ബന്ധുവീടുകളിലേക്ക് മാറി മാറി കയറിയിറങ്ങുന്ന അയാൾക്ക് മുന്നിൽ ഇന്ന് പെരുവഴി മാത്രം ശരണം. മരണം വരെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എന്ന കാര്യത്തിൽ ഒരെത്തും പിടിയും കിട്ടാതെ അത്യന്തം ദുരന്തപൂർണമായിരിക്കുന്നു അയാളുടെ ജീവിതം. ഇത് തികച്ചൊരു മനുഷ്യൻ്റെ ജീവിതാനുഭവമാണ്. ഒരുപാട് സമസ്യകൾ അടങ്ങിയ ജീവിതത്തിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മജ്ജയും മാംസവും രക്തവും വികാരവും വിചാരവുമുള്ള ഒരു അനുഭവ കഥ. സ്നേഹം നമ്മളെ കരയിച്ചോട്ടെ, പക്ഷേ നാം സ്നേഹിക്കുന്നവർ കരയാതിരിക്കട്ടെ.